ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു ബാവ് ബണ്ണിന്റെ റെസിപ്പിയാണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ മൈദയിലേക്ക് നമുക്ക് ആ ഈസ്റ്റും പഞ്ചസാരയും, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാം മിൽക്കാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാല് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ ഒരു സവാള, 1 ക്യാപ്സിക്കവും രണ്ടും നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഫസ്റ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റെങ്കിലും, കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ 15 മിനിറ്റിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടാകുമ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കൂടുതലായിട്ട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ ആ ക്യാപ്സിക്കവും സവാളയൊക്കെ വഴറ്റുന്നത്. അതുകൊണ്ട് ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ആവശ്യത്തിന് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ടത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പം ബാക്കി ഇപ്പുറത്തെ എല്ലാ ചിക്കനും തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും തിരിച്ചിട്ട് കൊടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ക്യാപ്സിക്കവും സവാളയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിൽ കുറച്ച് കൂടുതൽ ഓയിലുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ബാക്കി ഓയിൽ ഇത് വഴറ്റിയെടുത്താൽ മതി. ഇതിന് നമ്മൾ വേറെ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് 2 ടീസ്പൂൺ മതിയാവും. അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പിന്നെയും നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അല്ല നല്ല ഫില്ലിങ്ങൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ആ ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട്. ഇതിലേക്ക് കുറച്ച് മയണൈസും കൂടെ വേണം. അതിപ്പോൾ വേണ്ട, നമുക്കിനി ആ മാവൊന്ന് നോക്കാം. മാവൊക്കെ നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 മണിക്കൂറിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇത് 2 പോർഷൻ ആക്കിയിട്ട് ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്തുന്ന പോലെ ഒന്ന് റൗണ്ടിൽ പരത്തിയെടുക്കുക. കണ്ട ഇതേപോലെ. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അടപ്പോ ഒന്നെങ്കിൽ കട്ടറോ വെച്ച് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്യുമ്പം നമ്മളിത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാത്തിലും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു സൈഡിൽ ഇങ്ങനെ മടക്കി എടുക്കുക. കണ്ട എല്ലാം ഇതേപോലെ ഇങ്ങനെ സൈഡിൽ മടക്കി ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഒരു റോളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തുകൊണ്ട് എടുക്കണം. ഒരുപാടങ്ങ് കട്ടിക്ക് ഇങ്ങനെ പരത്തരുത്, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്താൽ മതി. എന്നിട്ട് വീണ്ടും ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് പൊങ്ങണം. അതിന് വേണ്ടിയാണ് ഇത് അരമണിക്കൂർ വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷമാണിത് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 12 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 12 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്താണ്. കണ്ടോ, നല്ല ബണ്ണ് നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ബണ്ണെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ബണ്ണും ഇങ്ങനെ എടുത്ത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം ഈ ചിക്കൻ വെച്ച് കൊടുക്കാൻ. മയണൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വെച്ച് കൊടുക്കാം. പിന്നെ അതിനകത്ത് കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് ഞാനിവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. തക്കാളിയോ ലെറ്റ്യൂസ് ലീഫോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബാവ് ബൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. ഇഫ്താറിന് പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്